ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ACC 15-ന്റെ 4-ാമത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ പ്രാർത്ഥനാപൂർവകമായ സ്വാഗതം. ഈ 4-ാമത്തെ ക്ലാസ്സിന്റെ പഠന വിഷയം വിദ്യാഭ്യാസവും സംസ്കാരവും എന്നുള്ളതാണ്. ക്ലാസ്സിന്റെ ആദ്യ ഭാഗം എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാരം രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. അഥവാ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന പ്രധാന ശക്തി എന്ന നിലയിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്ക് എന്താണ് എന്നുള്ളത്. അത് ഏറെക്കുറെ താത്വികമായ ഒരു അവലോകനം. അതിനുശേഷം നമ്മൾ ഭാരത സംസ്കാരത്തെയും കേരള സംസ്കാരത്തെയും രൂപപ്പെടുത്തുന്നതിൽ ക്രൈസ്തവ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് എന്തായിരുന്നു എന്നതിൻ്റെ ഒരു അവലോകനം. സാധാരണ പതിവുള്ളതുപോലെ നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ആരംഭിക്കാം. നമ്മുടെ വിഷയം വിദ്യാഭ്യാസവും സംസ്കാരവും എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ ഭാഗം 1 നമ്മൾ കടക്കുകയാണ്. വിദ്യാഭ്യാസവും സംസ്കാരവും എന്നത് പരിചിന്തിക്കുമ്പോൾ സംസ്കാരവും അതിന്റെ ഘടകങ്ങളും എന്താണ് എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കുന്നത്. നമുക്കറിയാം, ഒരു പ്രത്യേക സമൂഹത്തിൽ ജനിച്ച മനുഷ്യൻ ആ പ്രത്യേക സംസ്കാരമാണ് അവകാശമാക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ ജനിച്ച ഒരുവൻ കേരളത്തിന്റെ സംസ്കാരവും, മണിപ്പൂരിൽ ജനിച്ച ഒരാൾ മണിപ്പൂരിന്റെ സംസ്കാരവും, യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യത്തിൽ ജനിച്ച ആൾ യൂറോപ്പിലെ ആ രാജ്യത്തിന്റെ സംസ്കാരവും സ്വായത്തമാക്കും. അതെങ്ങനെയാണ് അവർക്ക് ഓരോരുത്തർക്കും, അഥവാ ഒരു സംസ്കാരത്തിൽ ജനിച്ച ഒരുവന് ഒരു സമൂഹത്തിൽ ജനിച്ച ഒരുവന് ആ പ്രത്യേക സംസ്കാരം അവകാശമാക്കുന്നത് ആകുന്നത്? തീർച്ചയായും പഠനത്തിലൂടെ സ്വയം പ്രയത്നിച്ചാണ് അവനത് നേടിയെടുത്തത്. മനുഷ്യർ തമ്മിൽ വ്യത്യാസമില്ല, പക്ഷെ സംസ്കാരങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നമുക്കറിയാം. സംസ്കാരമാണ് മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് വിഭിന്നമാക്കുന്നത്. പ്രത്യേക സംസ്കാരങ്ങളാണ് എങ്കിൽ സംസ്കാരമാണ് മറ്റു മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത്. അവർക്ക് പ്രത്യേകമായി രൂപപ്പെടുത്തിയ ഒരു സംസ്കാരമില്ല മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് ജനിച്ചപ്പോൾ അതിനുള്ള വാസനകളേ ഉള്ളൂ. എന്നാൽ മനുഷ്യന് വാസനകൾക്കപ്പുറത്തേക്ക്, പ്രവണതകൾക്കപ്പുറത്തേക്ക് സംസ്കാരവും കൂടിയുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. വീണ്ടും എവിടെ നിന്നാണ് ഈ സംസ്കാരത്തിന് കൾച്ചർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്ന് നമുക്കറിയാം. ഈ വാക്ക് കൾച്ചർ എന്ന വാക്ക് കുൾത്തൂര എന്ന വാക്കിൽ നിന്നാണ്. കൾട്ടിവേറ്റിംഗ് ദ മൈൻഡ്, മനസ്സിനകത്ത് ഉള്ള കൃഷി എന്ന അർത്ഥത്തിൽ നിന്നാണ് ഈ സംസ്കാരം എന്ന പദം ഉണ്ടായത്. അതൊരു പദനിഷ്പത്തി എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. വീണ്ടും സംസ്കാരം കൈമാറ്റം ചെയ്യുന്ന പ്രധാന ഉപകരണമാണ് ഭാഷ. പ്രത്യേകിച്ച് വിശദീകരണമൊന്നും ആവശ്യമില്ല അതിന്. ഒരു സംസ്കാരം മനസ്സിലാക്കപ്പെടണമെങ്കിൽ, അതൊരാൾ സ്വായത്തമാക്കണമെങ്കിൽ ആ ഭാഷ നിശ്ചയമായും ഗ്രഹിച്ചിരിക്കണം. സമൂഹത്തിന്റെ സംസ്കാരം അതിലെ അംഗങ്ങൾക്ക് പകർന്നു നൽകുന്നതിൽ വീടും സ്കൂളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതും വിശദീകരണത്തിന് കാര്യമില്ലാത്ത വിധത്തിൽ ക്ലിയർ ആണ്. ഒരു സമൂഹത്തിന്റെ സംസ്കാരം അത് ഏതുമായിക്കൊള്ളട്ടെ, എത്രമേൽ ഉയർന്നതോ താഴ്ന്നതോ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ അംഗങ്ങൾ ആ സംസ്കാരം സ്വാംശീകരിക്കുന്നതിന് ആ സംസ്കാരമുള്ള ഭവനം, ആ സംസ്കാരമുള്ള വിദ്യാലയം, ആ സംസ്കാരത്തിലെ സാമൂഹികമായ ഇടപെടൽ, ഇവയോരോന്നും പ്രധാന പങ്കുകൾ വഹിക്കുന്നുണ്ട്. മൊത്തം അപ്രകാരം അങ്ങനെ കൊടുക്കപ്പെടുന്ന ആ സംസ്കാരത്തിന്റെ പേര് വേണമെങ്കിൽ നമുക്ക് സാംസ്കാരിക പൈതൃകം എന്നാക്കാം. ഇനി സംസ്കാരം എന്താണ് എന്നതിനെ കുറിച്ചിട്ട് ഒരു നിർവചനം EB ടൈലറിൻ്റെതുണ്ട്. EB ടൈലർ എന്നത് എഡ്വാർഡ് ബേർണറ്റ് ടൈലർ, അദ്ദേഹം ആന്ത്രോപോളജിയിലെ ഒരു പ്രധാന അധികായകനാണ്. വിജ്ഞാനം, വിശ്വാസം, കല, ധാർമ്മികത, നിയമം, ഭാഷ, ആചാരം,
സമൂഹത്തിലെ അംഗമെന്ന നിലയിൽ മനുഷ്യൻ നേടിയെടുത്ത മറ്റേതെങ്കിലും കഴിവുകൾ എന്നിവ ഉൾപ്പെടുന്ന സങ്കീർണമായ മൊത്തമാണ്, ആകെത്തുകയാണ് സംസ്കാരം. എന്താണ് സംസ്കാരം എന്നതിനെ കുറിച്ച് അദ്ദേഹം ഒരു ഓൾ ഇൻക്ലൂസീവ്, മനുഷ്യന്റെ സമൂഹത്തിലെ ഒരുപാട് സംഗതികളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു നിർവചനം നമുക്ക് തരികയാണ്. സംസ്കാരത്തിനകത്ത് വിജ്ഞാനമുണ്ട്, ആ സമൂഹം ആർജിച്ച വിജ്ഞാനമുണ്ട്, അതിൻ്റെ വിശ്വാസങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, ഭാഷയുണ്ട്, ആചാരമുണ്ട്, കലയുണ്ട്, കലയിലെ വിവിധ തലങ്ങളുണ്ട്, പിന്നെ മനുഷ്യൻ എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉണ്ട്. ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറ്റുകയില്ലാത്തത് കൊണ്ട് അദ്ദേഹം പറയുന്നു അതൊരു സങ്കീർണമായ, ഈ സമൂഹമായിരിക്കുന്ന സങ്കീർണമായ അവസ്ഥയുടെ മൊത്തമാണ് സംസ്കാരം, ആ സമൂഹത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത്. സംസ്കാരത്തിന്റെ സംരക്ഷണം, അതിന്റെ പ്രക്ഷേപണം, അതിന്റെ കൊടുക്കൽ, പ്രോത്സാഹനം എന്നിവയിൽ വിദ്യാഭ്യാസത്തിന് നിർണായകമായ പങ്കുണ്ട്. വിദ്യാഭ്യാസത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ സംസ്കാരം അതിന്റെ തനിമയിൽ സംരക്ഷിക്കപ്പെടുന്നതും അത് കൈമാറ്റം ചെയ്യപ്പെടുന്നതും പ്രോത്സാഹിക്കപ്പെടുന്നു. വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാരത്തിന്റെ ആത്മീയ ശക്തി ഏവർക്കും ലഭിക്കുന്നു അഥവാ ഏകീകരിക്കപ്പെടുന്നു. അതിന്റെ ഹിസ്റ്റോറിക്കൽ കണ്ടിന്യൂവേഷൻ, ചരിത്രപരമായ തനിമ, തുടർച്ച നിലനിർത്തുന്നു. സംസ്കാരത്തിന്റെ മുൻകാല നേട്ടങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ സുരക്ഷിതമായി ഓർമ്മിപ്പിക്കപ്പെടുന്നു. വീണ്ടും അതിന്റെ ഭാവി ഉറപ്പുവരുത്തപ്പെടുന്നു. മുൻകാല നേട്ടങ്ങളിൽ നിന്ന് കൂടുതൽ ശോഭനമായ ഒരു ഭാവിയിലേക്ക് വിദ്യാഭ്യാസത്തിലൂടെ സംസ്കാരം വികസ്വരമായി കൊണ്ടേയിരിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു കുട്ടി എങ്ങനെയാണ് ഈ സംസ്കാരത്തിന്റെ പ്രക്ഷേപണത്തില്, വിനിമയത്തില്, അതിന്റെ ഭാവാത്മകമായ രീതിയിലുള്ള പഠനത്തിന് എങ്ങനെയാണ് കുട്ടി യോഗ്യനാക്കപ്പെടുന്നത് നമുക്ക് പരിശോധിക്കാം. മുതിർന്നവരെ ആ കുട്ടി ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ മുതിർന്നവരുടെ സംസ്കാര രീതികൾ, പെരുമാറ്റ രീതികൾ ആ കുട്ടി പിന്തുടരുന്നു. സമൂഹത്തിന്റെ സംസ്കാരം, സമൂഹത്തിലാണ് ആ കുട്ടി പഠിക്കുന്നത്. തീർച്ചയായിട്ടും ആ സമൂഹത്തിന്റെ സംസ്കാരവും പഠിക്കുന്നു. അപ്പൊ കുടുംബത്തിന്റെ സംസ്കാരമാണ് കുട്ടി ആദ്യം പഠിക്കുന്നത്. ഒരു കുടുംബം വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന, പരസ്പരം വളരെ അടുപ്പത്തിൽ ഉള്ള, ഒരു കുഴപ്പവുമില്ലാത്ത ഒരു കുടുംബമാണ് എന്നിരിക്കട്ടെ, തീർച്ചയായും ആ കുട്ടിയുടെ സംസ്കാരവും അത് തന്നെയായിരിക്കും. പരസ്പരം വഴക്കടുക്കുകയും ദ്രോഹിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുകയും ചെയ്യുന്ന അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ പെരുമാറ്റവും അതിന്റെ സംസ്കാരവും എങ്ങനെയായിരിക്കും എന്നത് പ്രവചനത്തിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഉറപ്പുണ്ട്. അതൊരു സാമൂഹിക വിരുദ്ധനെയാണ് നമ്മൾ വാർത്തെടുക്കുക. അവിടെ സമൂഹത്തിന്റെ സംസ്കാരവും അപ്രകാരമാണ്. പലപ്പോഴും കലഹിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ തീർച്ചയായിട്ടും ആ കുട്ടിയുടെ സംസ്കാരവും വിഭിന്നമായിരിക്കുകയില്ല. അപ്പൊ ഈ കുട്ടി രണ്ട് സംസ്കാര രീതികളുടെ ഉൽപ്പന്നമാണ്. രണ്ട് സംസ്കാര രീതികളുടെ അല്ല, രണ്ട് സംസ്കാര സ്രോതസ്സുകളുടെ ഉൽപ്പന്നമാണ്. ഒന്നാമത്തേത് കുടുംബത്തിന്റെ സംസ്കാരമാണ്, രണ്ടാമത്തേത് അത് സമൂഹത്തിന്റെ സംസ്കാരവും. ഓരോ കുടുംബവും സമൂഹവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും ഒരു അത്താണിയും അതിന്റെ ഒരു പ്രധാന ലക്ഷ്യവും മാർഗവുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി ഭാഷ, നീതിശാസ്ത്രം, സംസ്കാരത്തിന്റെ സംരക്ഷണം, അതിന്റെ പ്രക്ഷേപണം, പ്രോത്സാഹനം മുതലായവ അതിന്റെ അടുത്ത തലമുറകളിലേക്ക് കൈമാറുന്നു. അതാണ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം. സംസ്കാരം അതിന്റെ തനിമയിൽ സൂക്ഷിക്കപ്പെടുന്നു, സംസ്കാരം വർത്തമാനമാക്കപ്പെടുന്നു, അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു, അടുത്ത തലമുറകളിലേക്ക് അത് കൈമാറപ്പെടുകയും ചെയ്യുന്നു. ഭാരതത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അഭിമാനിക്കാനുള്ള വകയുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം ഭാരതത്തിന്റെ ഒരു പൊതു സംസ്കാരമാണെന്ന് നമുക്ക് പറയാം. വീണ്ടും ഹൈന്ദവ വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലും കൂടി നമ്മൾ ഭാരത സംസ്കാരത്തെ സമീപിക്കുമ്പോൾ കർമ്മസിദ്ധാന്തത്തിലുള്ള വിശ്വാസമുണ്ട്, അഹിംസയിലുള്ള വിശ്വാസമുണ്ട്, ആത്മീയതയിലുള്ള വിശ്വാസമുണ്ട്, നിഷ്കാമകർമ്മത്തിലുള്ള വിശ്വാസമുണ്ട്. എനിക്കെന്തെങ്കിലും കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സേവനമല്ല, ഞാൻ സേവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു, വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിഷ്കാമകർമ്മം. പരോപകാരപരമായ, സേവനപരമായ ഒരു സംസ്കാരമുണ്ട് നമുക്ക്. കർത്തവ്യബോധത്തിൻ്റെതുണ്ട്, വ്യക്തിയോടുള്ള ബഹുമാനത്തിൻ്റെ ഉണ്ട്, പ്രത്യേകിച്ച് മുതിർന്നവരോടുള്ള ബഹുമാനത്തിൻ്റെതുണ്ട്, സഹിഷ്ണുതയിലുള്ള വിശ്വാസമുണ്ട്, ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും എന്നത് തീർച്ചയായും നമുക്ക് അന്യം അല്ല. വീണ്ടും നാനാത്വത്തിൽ നമ്മൾ ഏകത്വം കാണും.
വളരെ വിഭിന്നമായ ജീവിത സാഹചര്യത്തിലുള്ളവരും സംസ്കാരത്തിലുള്ളവരും ഒരുപോലെ ഏകോദര സഹോദരങ്ങളെ പോലെ ചേർന്ന് നിൽക്കുന്ന മഹനമായ അവസ്ഥ നമ്മൾ ഇവിടെ കാണുന്നു. വളരെ വിശാലമായ അടിസ്ഥാനത്തിലാണ് ഭാരത സംസ്കാരം പണിതുയർത്തപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹിഷ്ണുതയിലുള്ള വിശ്വാസം, അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുന്ന വിശ്വാസം എല്ലാമുണ്ട്. ധർമ്മത്തിലുള്ള വിശ്വാസമുണ്ട്, മൂല്യ സംവിധാനങ്ങളിലുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ സംയോജിതമായ ഒരു വിശ്വാസമാണ്. എന്നാൽ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ സംസ്കാരം എന്നത് ജാതി ബന്ധിതമല്ലേ എന്നുള്ളതും കൂടി നാം പരിശോധിക്കേണ്ടത്. ജാതി വളരെയേറെ സ്വാധീനിച്ചിരിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത്. അതൊരു കുറ്റമോ അല്ലെങ്കിൽ അതൊരു ഒരു നന്മയോ ആയിട്ടല്ല, തിന്മയോ നന്മയോ ഒന്നുമായിട്ടല്ല പറയുന്നത്. അതൊരു സവിശേഷതയായിട്ട്, നമ്മുടെ സംസ്കാരത്തിന്റെ സവിശേഷതയായിട്ട് ജാതി ബന്ധിത സംസ്കാരമാണുള്ളത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇതാണ് സംസ്കാരവും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം. അതായത് സംസ്കാരത്തെ രൂപപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അതിൻ്റെ ചരിത്രത്തെ കെടാതെ കാത്തു സൂക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ വിദ്യാഭ്യാസമാണ് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് എങ്കിൽ ഒരു ചോദ്യം, ആരാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിനും അതുവഴിയായി സംസ്കാരത്തിന്റെ രൂപീകരണത്തിനും അടിത്തറയിട്ടത്? സവിശേഷമായ തനതായ ഒരു ഭാരത സംസ്കാരം, ചിലരെങ്കിലും പറയും ആർഷഭാരത സംസ്കാരം, എന്തോ ആട്ടെ. അപ്പോൾ അത് എല്ലായിടത്തും ആർഷഭാരത സംസ്കാരമൊന്നും. സംസ്കാരത്തിന് അതിൻ്റെതായ തനിമയും ഉണ്ട്, ഇന്ത്യയിൽ വൈവിധ്യവും ഉണ്ട്. തീർച്ചയായും ദ്രവീഡിയൻ സംസ്കാരമുണ്ട്, ആര്യ സംസ്കാരമുണ്ട്, അങ്ങനെ 100 കൂട്ടം സംസ്കാരങ്ങളുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ വിഭിന്നമായ പശ്ചാത്തലങ്ങളുമുണ്ട്. അതിനെ ക്രോഡീകരിച്ചു നിൽക്കുന്ന ഭാരത സംസ്കാരം എന്ന ആ ഒരു സുവർണ നൂലുമുണ്ട്. എന്തു തന്നെയായിരുന്നാലും നമുക്കൊരു ചോദ്യം ചോദിക്കാം, ആരാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിനും തദ്വാര സംസ്കാരത്തിന്റെ രൂപീകരണത്തിനും അടിത്തറയിട്ടത്? നമ്മൾ ഒന്ന് അന്വേഷിക്കുകയാണ്. ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിന്റെ ചരിത്രത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഇന്ത്യ വിദേശ അധിനിവേശത്തിന് മുൻപും പിൻപും. വിദേശ അധിനിവേശത്തിന് മുൻപ് എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംസ്കാര ചരിത്രം നമുക്ക് നോക്കാം. ചിതറിക്കിടക്കുന്ന നാട്ടുരാജ്യങ്ങളുടെ സമൂഹത്തെ നമുക്ക്, അന്നത്തെ സമൂഹത്തെ ഇന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്ന് വേണമെങ്കിൽ എന്നല്ല, ഇന്ന് ഇന്ത്യ എന്ന് വിളിക്കാം. അന്ന് ഇന്ത്യയില്ല, കുറെ നാട്ടുരാജ്യങ്ങൾ ചിതറിക്കിടക്കുന്നു എന്നേ ഉള്ളൂ ഈ ഉപഭൂഖണ്ഡത്തിൽ. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ഇങ്ങനെ 4 വിഭാഗങ്ങളായി മനുഷ്യനെ തരംതിരിച്ചിരുന്നു. പല സ്ഥലങ്ങളിലും, എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതല്ല. പരസ്പരം പോരടിക്കുന്ന രാജാക്കന്മാരും നാടുവാഴി. ബ്രാഹ്മണർ എന്ന് പറയുന്നവർ പൊതുവെ ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നവരും ധനാഢ്യരും ഒക്കെ ആയിരിക്കും. ക്ഷത്രിയർ എന്ന് പറയുന്നത് രാജാക്കന്മാരും നാടുവാഴികളും പടയാളികളും അതുപോലെയുള്ള ആളുകളൊക്കെ ആയിരിക്കും. രാജ്യ ഭരണവും രാജ്യ സംരക്ഷണവും ക്ഷത്രിയൻ്റെത് കടമ. വൈശ്യർ എന്ന് പറയുന്നത് കച്ചവടക്കാരാണ്. അവരായിരിക്കും പലപ്പോഴും സമ്പത്തിന്റെ ഉടമസ്ഥർ. പക്ഷെ അവർ മാത്രമായിരിക്കണമെന്നില്ല. ബ്രാഹ്മണരും ക്ഷത്രിയരും സമ്പത്തിന്റെ ഉടമസ്ഥരാണ്. വൈശ്യർ കച്ചവടക്കാരും അതുപോലെയുള്ള കച്ചവടമല്ലാതെ ബാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അത് വിപണനം ചെയ്യുക, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം ചെയ്യിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കും. ശൂദ്രർ എന്നത് ഏറ്റവും താഴ്ന്ന നിലയിലുള്ളവരാണ്. അവർ ജോലി എടുക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരാണ്. അവർ അടിമകളാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യർ എന്നിവ ഏറെക്കുറെ ഒരുതരം കീഴാളന്മാരെ അടിമകളായി കണക്കാക്കി അവരെ ചൂഷണം ചെയ്തിരുന്നു എന്ന് നമുക്കറിയാം. അവർക്ക് അയിത്തമുണ്ടായിരുന്നു. അതിശക്തമായ ജാതി വ്യവസ്ഥയിൽ അവർ ഏറ്റവും അടിഭാഗത്ത് നിന്നിരുന്നു. തീണ്ടൽ, തൊടിയിൽ, അന്ധവിശ്വാസങ്ങൾ എന്നിവയുടെ ആധിക്യമുണ്ടായിരുന്നു. മേൽജാതിക്കാരിൽ ഭൂരിഭാഗവും സാക്ഷരരായിരുന്നു. മേൽജാതിക്കാരിൽ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന്മാർക്ക് സാക്ഷരതയുണ്ടെന്ന് അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞു, പലർക്കുമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ വൈശ്യർക്കകത്തെ കച്ചവട സംബന്ധമായിട്ട് അവർ ട്രേഡേഴ്സ് ആയിരുന്നല്ലോ, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാക്ഷരത ഉണ്ടായിരുന്നു. ബ്രാഹ്മണന്മാർക്ക് വേദപരമായ ഒരു തരം സാക്ഷരത ഉണ്ടായിരുന്നു.
അത് ഈ സാക്ഷരതയ്ക്ക് തന്നെയും കൃത്യമായ ചില അവാന്തര വിഭാഗങ്ങളുണ്ട്. എല്ലാ സാക്ഷരതയും എല്ലാവർക്കുമില്ല. അവനവൻ ആവശ്യമുള്ളവ അവനവന്റെ കൈകളിലുണ്ട് എന്ന് മാത്രം. കീഴ്ജാതിക്കാർ നിരക്ഷരരാണ്, സംശയിക്കാനില്ല. അവർ അടിച്ചമർത്തപ്പെട്ടവരാണ്. യാതൊരു വിധത്തിലും അവർക്ക് സമൂഹത്തിൽ അത് രാഷ്ട്രത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭരണപരമായ കാര്യങ്ങളിൽ ഒന്നിനും ഒരഭിപ്രായവുമില്ല. അവർ അടിച്ചമർത്തപ്പെട്ടവർ മാത്രമായി. മേൽജാതിയിൽ ഗുരുകുല സമ്പ്രദായത്തിലാണ് പഠനമുണ്ടായിരുന്നത്. ഗുരുകുല സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഒരാളുണ്ടാകും, ആ ആളുടെ കീഴെ 2 3 അല്ലെങ്കിൽ എത്രയാന്ന് വെച്ചാൽ ശിഷ്യന്മാർ വന്നിട്ട് പഠിക്കുന്ന സമ്പ്രദായമാണ് ഗുരുകുല സമ്പ്രദായം. അപ്പൊ നമ്മൾ പറയും പഴയ കാലത്തെ നാളന്ദ, തക്ഷശില എന്നിവ യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെയും ബുദ്ധമത സമ്പ്രദായത്തിലെ സന്യാസാശ്രമങ്ങളോട് ചേർന്നുണ്ടായിരുന്ന സംഗതികളാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. മാത്രമല്ല ഇവിടെ പഠിപ്പിക്കപ്പെടുന്നതെല്ലാം ഒട്ടുമിക്കവാറും മതഗ്രന്ഥങ്ങളും തത്സംബന്ധിയായ വേറെ കുറെ വിഷയങ്ങളുമാണ്. ഒരു പൊതുവിജ്ഞാനമോ അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടുന്നതായ മറ്റു കാര്യങ്ങൾ ഏതൊക്കെയാണോ വിജ്ഞാനം, അതൊക്കെ പഠിക്കാനുള്ള ഒരു വേദി ഒട്ടുമിക്കവാറും ഉണ്ടായിരുന്നില്ല. എന്നാൽ എവിടെയാണ് വിദേശ ആധിപത്യം തുടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഏകദേശം 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ കടന്നു വരികയാണ്. 1600 അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകും എന്നതിനാലാണ് 3 ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇങ്ങനെ 3 എണ്ണം ഉണ്ട്. അതിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യം വന്നു. അത് ജഹാംഗീർ എന്ന മുഗൾ രാജാവിനെയാണ് സമീപിച്ചത്. ഇന്ത്യയിൽ വ്യാപാരത്തിന് അനുവാദം കൊടുത്തു. വ്യാപാര രംഗത്ത് 1600 രജിസ്റ്റർ ചെയ്യപ്പെട്ട ഈ കമ്പനി വളരെ പ്രശസ്തമായ നേട്ടം കൈവരിച്ചു. ഇന്ത്യയിലെ ഏറെക്കുറെ എല്ലാ വിഭവങ്ങളും അവർ വിപണനം ചെയ്തു. അങ്ങനെ ഇരിക്കെ 1757, ഏകദേശം ഒരു 1.5 നൂറ്റാണ്ടോടുകൂടെ ആയിരിക്കുമ്പോഴേക്കും അവർക്ക് വളരെയേറെ ശക്തി വന്നു. അവർ ചരിത്ര പ്രസിദ്ധമായ പ്ലാസി യുദ്ധത്തിൽ ബംഗാൾ നവാബ് സിറാജ് ദൗളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. അഥവാ ബംഗാൾ പ്രദേശങ്ങളിലെ ഇന്ത്യയുടെ മേൽ അവര് ആധിപത്യം സ്ഥാപിച്ചു. അങ്ങനെയാണ് കച്ചവടത്തിന് വന്നവൻ കാര്യക്കാരനായ ആദ്യത്തെ സംഭവം അരങ്ങേറും. ഇനി നമുക്ക് പ്ലാസി യുദ്ധത്തിന്റെ ഫലമായിട്ടുണ്ടായ കാര്യം എന്താണ്? ഒന്നാമത്തെ അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാല്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ്പരമായ കച്ചവടപരമായ അവകാശാധികാരങ്ങൾ സ്ഥാപിക്കപ്പെടാൻ വേണ്ടിയുള്ള, അത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ള യുദ്ധമായിരുന്നു. അതായിരുന്നു കാരണം. അത് വഴിയായിട്ടുണ്ടായ ഒരു പ്രത്യേക സംഗതി, മിർജാഫർ എന്ന ഒരു പുതിയ ബംഗാൾ നവാബ് അവിടെ രംഗത്ത് വന്നു, അവരോധിക്കപ്പെട്ടു. അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പാവയായിരുന്നു അദ്ദേഹം. എന്തുവാട്ടെ, അതിനുശേഷം യുദ്ധത്തിന് ശേഷം ബംഗാളിലും ഇന്ത്യയിലും ബ്രിട്ടീഷ് അധീശത്വം നിലവിൽ വന്നു. ഇതാണ് പ്രധാനമായ സംഗതി. എല്ലായിടത്തും ബ്രിട്ടീഷ് അധീശത്വത്തിന്റെ ഒരു നിഴലെങ്കിലും, എല്ലായിടത്തും നേരിട്ട് അവർക്ക് അന്ന് തന്നെ അധികാരമൊന്നും സ്ഥാപിക്കാൻ പറ്റിയില്ല. പക്ഷെ അവർക്ക് അതിൻ്റെതായ ഒരു മേൽക്കോയ്മ കടന്നു. ഇനി നമ്മുടെ ചോദ്യം ഇതാണ്, ബ്രിട്ടീഷ് അധീശത്വം എങ്ങനെയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസം എങ്ങനെയാണെന്നുള്ളത് നമ്മളൊരു കാര്യം കണ്ടു. ഒട്ടും ഉറപ്പില്ലാത്ത, വളരെയേറെ സമുദായത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന, ഛിന്ന ഭിന്നമായ നാട്ടുരാജ്യങ്ങളിൽ മാത്രമുള്ള ഒരു തകർന്ന വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. കൃത്യമായ ഒരു പദ്ധതിയോ കൃത്യമായ ഒരു മുന്നേറ്റമോ ഇല്ലാതിരുന്നു. ഗുരുകുല സമ്പ്രദായത്തിൽ കുറെ പേര് ജാതി വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ ജാതിയിലുള്ളവരെയും മേൽജാതിക്കാരെയും ഒക്കെ പഠിപ്പിച്ചു എന്നുള്ളതല്ലാതെ ശൂദ്രന്മാരെയോ കീഴാളന്മാരെയോ ഈവൻ വൈശ്യന്മാരെ പോലുമോ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇന്ത്യയുടെ ഈ ബ്രിട്ടീഷ് അധീശത്വം എങ്ങനെയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ സ്വാധീനിച്ചത്? ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസം എങ്ങനെയാണ് വന്നത്? ചാൾസ് ഗ്രാൻഡ് 1797 ഇന്ത്യയെ കുറിച്ച് തയ്യാറാക്കിയ ഒരു പഠനത്തിൽ ഇന്ത്യൻ ജനതയെ ഉദ്ധരിക്കാൻ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്.
ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിന്റെ കാരണം എന്താ ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് പൊതുവെ അപരിഷ്കൃതരാണ്, ധാർമ്മിക ബോധമില്ലാത്തവരാണ്, തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് നിരന്തരം വീണുപോകുന്നവരുമാണ് എന്ന അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചയുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു നിഗമനമുണ്ട്. ആ നിഗമനത്തിന്റെ ആധികാരികതയല്ല നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യൻ സാംസ്കാരിക പദ്ധതിയിൽ അനുപേക്ഷണീയമാണ് എന്ന് അദ്ദേഹം ബ്രിട്ടീഷ് പാർലമെന്റിൽ പറയുന്നു. അതുവഴിയായിട്ട് അതിന്റെ ഒരു തുടർച്ച എന്നോണം മെക്കാളെ പ്രഭു ഒരു മിനിറ്റ്സ് തയ്യാറാക്കുന്നു. ഫെബ്രുവരി 1835 ഫെബ്രുവരി 2-ാം തീയതി അദ്ദേഹം അത് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ്. അതിന്റെ പ്രശസ്തമായ അതിന്റെ ആദ്യത്തെ വരികളാണ് നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് സൗകര്യം പോലെ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ 1835 ഫെബ്രുവരി 2-ന് അന്നത്തെ ഗവർണർ ജനറൽ വില്യം ബെൻട്രിക് പ്രഭുവിന് മെക്കാളെ തന്റെ പ്രശസ്തമായ വിദ്യാഭ്യാസ രേഖ, മെക്കാളയുടെ വിദ്യാഭ്യാസം എന്ന് നിങ്ങൾ സാമൂഹിക പാഠത്തിൽ പഠിച്ചിരിക്കും, അദ്ദേഹമാണ് ഇതൊക്കെ ഭാവന ചെയ്തു വരുന്നത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ രേഖ ഈ ബെൻട്രിക് പ്രഭുവിന് സമർപ്പിക്കുകയാണ്. പാശ്ചാത്യ രീതിയിലുള്ള വിദ്യാഭ്യാസം ശുപാർശ ചെയ്തുകൊണ്ട് ഒരു പുതിയ ഇന്ത്യക്കാരന്റെ ഭാവിയെ അദ്ദേഹം സ്വപ്നം കണ്ടു. വീണ്ടും മെക്കാളെ പ്രഭു പൊതുവിദ്യാഭ്യാസ സമിതിയിലെ മെക്കാളെ പ്രഭുവിന്റെ ഭാര്യ സഹോദരനും പൊതുവിദ്യാഭ്യാസ സമിതിയിലെ അംഗവുമായിരുന്ന സർ ചാൾസ് ട്രിവിലിയൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രയോജനത്തെ പറ്റി കുറച്ചുകൂടി നന്നായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യൻ ഭാഷകളെ സമ്പന്നമാക്കും. പലരും പറയാറുണ്ട് ഇന്ത്യൻ ഭാഷകളെ ദുർബലമാക്കിയെന്ന്. നേരെ തിരിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാവനയുള്ളത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യൻ ഭാഷകളെ സമ്പന്നമാക്കുമെന്നും അവയെ പരസ്പരം ബന്ധപ്പെടുത്തുക വഴി ഇന്ത്യയുടെ സാംസ്കാരിക ഐക്യം ശക്തിപ്പെടുമെന്നുമായിരുന്നു ട്രിവിലിയന്റെ അഭിപ്രായം. സർ ചാൾസ് എഡ്വേർഡ് ട്രിവിലിയൻ ഒരു ബ്രിട്ടീഷ് സിവിൽ സർവീസും കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്ററുമായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലെ കൊളോണിയൽ ഗവൺമെന്റിനോടൊപ്പം പ്രവർത്തിച്ചു. വളരെ ഭാവനാത്മകമായി അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചു. ഇന്ത്യൻ തനിമ സംരക്ഷിക്കണമെങ്കിൽ അതിനൊരു പൊതു ഘടകം വേണമെന്നും ആ പൊതു ഘടകം, ഭാഷയുടെ പൊതു ഘടകം ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണെങ്കിൽ അത് ഇന്ത്യയുടെ സാംസ്കാരിക ഐക്യത്തെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കണ്ടെത്തി. വീണ്ടും ഇവിടെ നമ്മൾ ലോർഡ് വില്യം ബെന്റിക്കിനെ നമ്മൾ കാണുന്നു. ലോർഡ് വില്യം ബെന്റിക്ക് 1834 മുതൽ 1835 വരെ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായിരുന്നു. ഇനി വളരെ കൃത്യമായി നമ്മൾ വായിച്ചെടുക്കണം. സതി നിർത്തലാക്കൽ, ശിശുഹത്യയും നരബലിയും അടിച്ചമർത്തൽ എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ ശ്രദ്ധേയമായ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പരിഷ്കാരങ്ങൾക്ക് അദ്ദേഹം ബഹുമതി നേടി. ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിദ്യാഭ്യാസത്തിനുള്ള സംസ്കാരവും വിദ്യാഭ്യാസവും തമ്മിലുള്ള പങ്ക് എന്താണെന്ന് ചോദിക്കുമ്പോൾ വില്യം ബെന്റിക്കിനെ നമ്മൾ സ്പർശിക്കാതെ പോകാൻ വയ്യ. കാരണം അദ്ദേഹമാണ് സതി നിർത്തലാക്കിയത് ആരാണ് എന്നുള്ളതിന് നമ്മൾ പലപ്പോഴും മറ്റൊരു ഇന്ത്യക്കാരന്റെ പേര് പറയാറുണ്ട്. അദ്ദേഹം പ്രേരണ നൽകി എന്നുള്ളത് ശരിയാണ്. ആർക്ക് പ്രേരണ നൽകി? സതി നടന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ സമുദായത്തിലും സമൂഹത്തിലുമുള്ള ആളുകളോട് അത് തെറ്റാണെന്ന് അദ്ദേഹം പറയുകയും അത് തെറ്റിനെ നിർത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. വളരെ ബഹുമാന്യമായ സംഗതിയാണ്. പക്ഷേ സതി പറ്റില്ല എന്ന് നിയമത്തിന്റെ പിൻബലത്തോടു കൂടി അത് ആധികാരികമായി നിർദ്ദേശിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തത് ലോർഡ് വില്യം ബെന്റിക്ക. പലരും ചരിത്രത്തിൽ തമസ്കരിക്കപ്പെടുന്നു എന്നത് ഒരു വിരോധാഭാസം. ഇന്ത്യയിൽ പാശ്ചാത്യ രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ഏർപ്പെടുത്തിയതും ഇതേ ബെന്റിക് പ്രഭുവാണ്. 1835 മാർച്ച് 7-നാണ് അദ്ദേഹം ആ ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞു, ആധുനിക ശാസ്ത്രവും യൂറോപ്യൻ സാഹിത്യവും ഇംഗ്ലീഷ് സംസ്കാരവും പഠിക്കണം. തൽഫലമായിട്ട് ഇന്ത്യക്കാർക്ക് അത് പഠിക്കാൻ അവസരം ലഭിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് കൂടുതൽ ആകർഷകത്വം പറഞ്ഞുകൊണ്ട് 1844 അദ്ദേഹം പറഞ്ഞു, ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർക്ക് ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ മുൻഗണന ലഭിക്കും. സ്വാഭാവികമായിട്ടും അഹമിഹമകയാ, ഞാൻ മുമ്പേ എന്ന മാതിരി ഇന്ത്യയിൽ ചിതറിക്കിടന്നിരുന്ന അതുവരെയും സാംസ്കാരികമായി പിന്നോക്കമായിരുന്ന, വിദ്യാഭ്യാസപരമായി തീർത്തും സീറോയിലായിരുന്ന ഇന്ത്യയിലെ യുവത്വം
ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനായി കച്ച കെട്ടിയിറങ്ങി. എല്ലാവർക്കും അത് പ്രാപ്യമായിരുന്നില്ല. എങ്കിൽ പോലും സാധിക്കുന്നിടത്തോളം പേർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാസ്മരികതയില്, അതിന്റെ വിലയേറിയ ചില വാഗ്ദാനങ്ങളില്, വീണ്ടും അതുവഴിയായിട്ട് ഉയരാവുന്ന മേഖലകളെ സ്വപ്നം കണ്ടുകൊണ്ട് അവർ ആധുനിക ശാസ്ത്രവും യൂറോപ്യൻ സാഹിത്യവും ഇംഗ്ലീഷ് സംസ്കാരവും ഒക്കെ പഠിക്കാൻ ആരംഭിച്ചു. വീണ്ടും ചാൾസ് വുഡ് എന്ന അദ്ദേഹത്തിന്റെ ഇന്ത്യയുടെ ഗവർണറെ കുറിച്ചിട്ട് പറയാതെ വയ്യ. ബോർഡ് ഓഫ് കൺട്രോൾ പ്രസിഡന്റ് എന്ന നിലയിൽ ചാൾസ് വുഡ് ഒരു പ്രധാന ചുവടുവെപ്പ് വിദ്യാഭ്യാസ മേഖലയിൽ നടത്തി. അദ്ദേഹം 5 പ്രധാന റെക്കമെൻഡേഷൻസ് ഡൽഹൌസി പ്രഭുവിന് അയച്ചു കൊടുത്തു. ബംഗാൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭുവിന് സർ ചാൾസ് വുഡ് അയച്ചു കൊടുത്തു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇന്നും എന്നും എക്കാലത്തും ബാധകമാണ്. എല്ലാ പ്രവിശ്യകളിലും ഒരു വിദ്യാഭ്യാസ വകുപ്പ് സ്ഥാപിക്കണം. ഇന്ത്യയെ പ്രവിശ്യകളായി തിരിച്ചിട്ടുണ്ടായിരുന്നു അക്കാലത്ത്. ഓരോ പ്രവിശ്യകളിലും വിദ്യാഭ്യാസ വകുപ്പ് വേണം, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വേണം. ലണ്ടൻ സർവകലാശാലയുടെ മാതൃകയിൽ മുംബൈ, കൽക്കട്ട, മദ്രാസ് തുടങ്ങിയ വലിയ നഗരങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിക്കണം. 1854 അദ്ദേഹം പറഞ്ഞത്. ആ കൊല്ലം ഓർത്തു വെച്ചേക്കണം. എല്ലാ ജില്ലയിലും ഒരു സർക്കാർ സ്കൂളെങ്കിലും തുറക്കണം. ജില്ലയിൽ ഒരു സർക്കാർ സ്കൂളെങ്കിലും തുറക്കണം. അഫിലിയേറ്റഡ് സ്വകാര്യ സ്കൂളുകൾക്ക് ഗ്രാന്റ് നൽകണം. ഇന്ത്യൻ സ്വദേശികൾക്ക് പ്രാദേശിക ഭാഷയിൽ പരിശീലനം നൽകണം. ഈ 5 കാര്യങ്ങൾ ഉടനടി നടപ്പിൽ വരുത്തപ്പെട്ടു. സർവകലാശാലകൾ തുടങ്ങാൻ വേണ്ടി അദ്ദേഹം 1854 കൊടുത്ത നിർദ്ദേശം 1857 പാലിക്കപ്പെട്ടു. വെറും 3 കൊല്ലത്തിനുള്ളിൽ യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട, മുംബൈ ആൻഡ് മദ്രാസ് നിലവിൽ വന്നു. എത്രമാത്രം അവർ നമ്മുടെ സംസ്കാരത്തെ വളർത്തുവാൻ തൽപരരായിരുന്നു എന്നുള്ളത് നാം ഇവിടെ കാണേണ്ടുന്നതാണ്. തീർച്ചയായും അതിന് ചൂഷണത്തിന്റെയും അധിനിവേശത്തിന്റെതുമായ മറ്റൊരു തലമുണ്ടെന്നുള്ളത് നമുക്ക് അംഗീകരിക്കാതെ വയ്യ. അത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ വേണം. പക്ഷേ അതോടൊപ്പം നാം അംഗീകരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ചിതറിക്കിടന്നിരുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ പാരമ്പര്യത്തെ, ഇല്ലാതിരുന്ന വിദ്യാഭ്യാസ പാരമ്പര്യത്തെ, നാമമാത്രമായിരുന്ന വിദ്യാഭ്യാസത്തെ ഒരു ആധുനിക ലോകത്തിന്റെ വിദ്യാഭ്യാസ ലോകത്തിലേക്ക് പറിച്ചു നട്ടത് ഏത് കാരണത്താലായിരുന്നാലും, എന്തുദ്ദേശത്തോടു കൂടി ആയിരുന്നാലും ശരി, ചിലർ പറയും ക്ലാർക്കുമാരെ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി. തീർച്ചയായും ആയിരിക്കാം, അല്ലൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷേ അവരത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇരുട്ടിലാകുമായിരുന്നു എന്നതിന് സംശയമൊന്നുമില്ല. പക്ഷേ അവരുദ്ദേശിക്കാത്ത ഒരു ഫലവും കൂടി അതിനുണ്ടായി. അതിതാണ് ഒരു വേള പ്രതീക്ഷിച്ചിരുന്നിരിക്കാം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സിദ്ധിച്ച ഇന്ത്യക്കാരന്റെ സ്വാഭിമാനവും സ്വാതന്ത്ര്യ ബോധവും ഉണർന്നു. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അനന്തര ഫലമായിട്ടുള്ള സ്വത്വബോധം അവരെ തങ്ങൾ ഭാരതീയരാണ് എന്ന നിലപാടിലേക്ക് എത്തിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാനുള്ള ഒരു മാർഗമായി വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കുകയും വിദേശ ഭരണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിലകൊള്ളാൻ തങ്ങളുടെ വാക്കുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു മാർഗമായി ഈ വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കുകയും ചെയ്തു. അവരുടെ അവകാശങ്ങൾക്കായി പോരാടുന്നതിന് തുല്യശക്തിയിൽ അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനുള്ള അതേ അറിവും ആത്മവിശ്വാസവും വിദ്യാഭ്യാസം അവർക്ക്. ഇവിടെ നമ്മൾ ഭാരതത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ അധിനിവേശ ശക്തികൾ അഥവാ മറ്റ് ഇന്ത്യയുടെ പുറമേ നിന്ന് വന്നവർ എങ്ങനെയാണ് ഭാരതത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ മേഖലയെ വികസ്വരമാക്കിയത് എന്നുള്ള ചിന്ത നമ്മൾ അവസാനിപ്പിച്ചതിന് ശേഷം കേരളത്തിൽ എങ്ങനെയാണ് പാശ്ചാത്യ മിഷനറിമാർ തങ്ങളുടെ സംസ്കാരത്തിന്റെ പരിപോഷണം വഴിയായി, പ്രക്ഷേപണം വഴിയായി കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെ എങ്ങനെയാണ് ഊട്ടിയുറപ്പിച്ചത് എന്നുള്ളത് ചിന്തിക്കുക. പാശ്ചാത്യ മിഷണറിമാർ ഇന്ത്യയിൽ വന്നത് തീർച്ചയായും നമുക്കറിയാം പ്രധാന ഉദ്ദേശം ക്രിസ്തുവിനെ അറിയിക്കുക എന്നത് തന്നെയായിരുന്നു. പക്ഷേ അതിൽ മാത്രം അവരുടെ പ്രവർത്തനങ്ങൾ ഒതുങ്ങി നിർന്നില്ല. പലപ്പോഴും അതിനേക്കാൾ ഉപരിയായി അവർ ഇന്ത്യയിലെ, വിശിഷ്യ കേരളത്തിലെ ഭാഷയും സംസ്കാരവും പുരോഗമിക്കുന്നതിന് നിർണായകമായ സ്വാധീനം ചെലുത്തി പങ്കുവഹിച്ചു. അർണോസ് പാതിരി എന്നറിയപ്പെടുന്ന ജസ്യൂട്ട് മിഷണറി ആയിരുന്ന ഏണസ്റ്റ് ഹാൻസ് ലഡൻ ആണ് പുത്തൻ പാനയുടെ രചയിതാവ്.
1721 32 ഇടയിലാണ് ഈ പാന രചിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പാന യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ പ്രതിപാദിക്കുന്നു. പാന എന്ന രീതിയിൽ അദ്ദേഹം എഴുതിയ ഈ പുത്തൻ പാന സമ്പ്രദായത്തിൽ അദ്ദേഹം എഴുതിയ പുത്തൻ പാന യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ, അവിടുത്തെ രക്ഷാകര സംഭവങ്ങളെ, സ്വർഗാരോഹണത്തെ ഒക്കെ സമഗ്രമായി പ്രതിപാദിക്കുക. ഇതുവഴിയായി മതം മാത്രമല്ല അദ്ദേഹം ചെയ്തത്, സംസ്കാരത്തിനും സാഹിത്യത്തിനും അദ്ദേഹം അതിൻ്റെതായ പങ്ക് കൊടുത്തു. വീണ്ടും മലയാളം പോർച്ചുഗീസ് നിഘണ്ടു ആദ്യമായി സമാഹരിച്ചത് അർണോസ് പാതിരിയാണ്. അദ്ദേഹത്തിന്റെ നിഘണ്ടു മലയാള പദങ്ങളെ സംസ്കൃതത്തിലും പോർച്ചുഗീസിലും വിവരിച്ചു. അതുവഴിയായി നമ്മുടെ ഭാഷ കൂടുതൽ സമ്പന്നമായി. വീണ്ടും സംസ്കൃത വ്യാകരണം, ഗ്രമാറ്റിക്ക ഗ്രന്ഥോണിക്ക എന്ന ഗ്രന്ഥം അദ്ദേഹം രചിച്ചു. സംസ്കൃത പദ്യം രചിച്ച ആദ്യത്തെ യൂറോപ്യൻ അർണോസ് പാതിരിയാണ്. മലയാളം ഭാഷയ്ക്കായി അദ്ദേഹം വളരെ ചെറിയ ഒരു വ്യാകരണം രചിച്ചു. യൂറോപ്യൻ സംസ്കൃത പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. കൂടാതെ രാമായണം, മഹാഭാരതം എന്നിവയെക്കുറിച്ച് അദ്ദേഹം ലത്തീനിൽ പ്രബന്ധങ്ങൾ എഴുതി. മരണപർവം, വിധിപർവം, മോക്ഷപർവം, നരകപർവം, ഉമ്മാപർവം, യഹോവപർവം എന്നിവ അദ്ദേഹത്തിന്റെ മറ്റ് കൃതികളാണ്. അങ്ങനെ നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും സമ്പന്നമാക്കുകയും വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തെ സ്വാധീനിക്കുകയും ചെയ്ത ഒരു വിദേശിയാണ് അർണോസ് പാതിരി. വീണ്ടും അദ്ദേഹത്തിന്റെ ഗ്രമാറ്റിക്ക ഗ്രന്ഥോണിക്കയുടെ ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. വീണ്ടും അധികമൊന്നും ആരും മനസ്സിലാക്കാത്ത അഥവാ പറയാത്ത ഒരു ആളാണ് വില്യം തോബിയാസ് റെഗിൽറ്റ്യൂബ് എന്ന മഹാനായ ഒരു മനുഷ്യൻ. അദ്ദേഹം നാഗർകോവിലിനടുത്തുള്ള മൈലാടിയിലാണ് 1806 പ്രവർത്തനം ആരംഭിക്കുന്നത്. നാഗർകോവിൽ എങ്ങനെയാ ഇപ്പൊ നമ്മൾ പറയുന്നത് ചോദിച്ചാല്, ഇന്ന് തമിഴ്നാടിന്റെ ഭാഗമാണെങ്കിലും അന്ന് കേരളത്തിന്റെ അഥവാ തിരുവിതാംകൂറിന്റെ തെക്കേ ഭാഗമായിരുന്നു. അതുകൊണ്ട് മൈലാടി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു പൊതു ചരിത്രത്തിൽ അത് വരുന്നുണ്ട്. പൊതുസമൂഹത്തിന് ആധുനിക വിജ്ഞാനവും പരിഷ്കൃത ജീവിത ശൈലിയും അദ്ദേഹം പരിചയപ്പെടുത്തി. പള്ളിയിൽ നിന്ന് കുറച്ചകലെ കുളം കുഴിച്ച് ഒരു ജലപ്രശ്നം അദ്ദേഹം പരിഹരിച്ചു. കുളത്തിനടുത്തുള്ള വയലുകൾ അദ്ദേഹം ഉണ്ടാക്കി. കുളത്തിനടുത്ത് പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങളും രോഗികൾക്ക് സൗജന്യ മരുന്നും നൽകി. സ്വന്തം പണം കൊണ്ട് നിരവധി അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകി. ക്രിസ്മസിനും മറ്റ് വിശേഷ ദിവസങ്ങളിലും അദ്ദേഹം മൈലാടിയിലെ എല്ലാ സഭാംഗങ്ങൾക്കും വിരുന്നു നൽകി. ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട പല നികുതികളും തടയാൻ അദ്ദേഹം സഹായിച്ചു. ഇവിടെ നമ്മൾ വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല അവർ ശ്രദ്ധിച്ചത് എന്ന് നമ്മൾ അറിയുന്നു. വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ച് തീരെ താഴേക്കിടയിലുള്ള അവശന്റെയും ആലംബഹീനന്റെയും ജീവിതത്തിൽ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് അവർ സംസ്കാരത്തെ ഉയർത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചു. തീണ്ടലും തൊടിയിലും കൽപ്പിച്ച് ജനവിഭാഗങ്ങൾ മാറ്റി നിർത്തപ്പെട്ടപ്പോൾ ആ ജനവിഭാഗത്തിന്റെ ശുദ്ധിയും വൃത്തിയും എല്ലാം എന്തുകൊണ്ടാണ് അവർ മാറ്റി നിർത്തപ്പെടുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ അത് ശുദ്ധിയില്ല, അവർക്ക് വൃത്തിയില്ല. അതുകൊണ്ട് അദ്ദേഹം അതിന്റെ പരിഹാരം കൂടി കാണാൻ വേണ്ടി അടിമകൾക്ക് വേണ്ടി അദ്ദേഹം കോട്ടയത്തും ആലപ്പുഴയിലും അദ്ദേഹവും മറ്റു CMS മിഷണറിമാരും വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. 1855 തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിക്കൊണ്ടുള്ള സർക്കാർ പ്രഖ്യാപനത്തിന് ഈ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുടെ അടിവേരുണ്ട് എന്ന് നമുക്ക് തീർച്ചയായും അറിയാം. വീണ്ടും മലയാളത്തിന് മറക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ് ബെഞ്ചമിൻ ബെയ്ലി. കോട്ടയം CMSന്റെ അധിപനായിരുന്നു അദ്ദേഹം മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ഡിക്ഷണറി എഴുതി എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ബെയ്ലിയുടെ മഹത്വം. മലയാളം അച്ചടിയുടെ പിതാവായി അറിയപ്പെടുന്ന ആളാണ്, ഇംഗ്ലീഷ് മിഷണറിയാണ് ബെഞ്ചമിൻ ബെയ്ലി. അധികം പേര് നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. അങ്ങനെ ആരും പറയാറുമില്ല, കേൾക്കാറുമില്ല. പക്ഷേ മലയാളത്തിനൊരു അച്ചടി സംസ്കാരം ഒരു അച്ചടി ഉണ്ടാക്കി കൊടുത്തത് അദ്ദേഹമാണ്. 1791 മുതൽ 1871 വരെ ജീവിച്ച അദ്ദേഹം സുവിശേഷ പ്രചരണത്തിനായിട്ടാണ് കേരളത്തിലെത്തിയത്. മലയാള ഭാഷയ്ക്ക് ഒരുപാട് സംഭാവനകൾ അദ്ദേഹം നൽകി. കോട്ടയത്ത് പഴയ സെമിനാരിയിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. മലയാള ഭാഷ അദ്ദേഹം മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി വശമാക്കി. സംസ്കൃതം, സുറിയാനി ഭാഷകൾ പഠിച്ചു.
കേരളത്തിൽ ആദ്യമായി ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചത് അദ്ദേഹം കോട്ടയം പഴയ സെമിനാരിയിലാണ്. മതപഠന വിദ്യാർത്ഥികൾക്ക് പുറമെ സാധാരണക്കാർക്കും അദ്ദേഹം കലാലയം കൊടുത്തു. അതായത് മതപഠനത്തിന് വേണ്ടി മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും, ബാക്കിയുള്ള സാധാരണക്കാരനും ഈ കോട്ടയം പഴയ സെമിനാരിയിലെ വിദ്യാർത്ഥിയാക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഹീബ്രു, ലത്തീൻ, ഗ്രീക്ക്, സംസ്കൃതം, മലയാളം, ഭൂമിശാസ്ത്രം, ചരിത്രം, ഗണിതം എന്നിവയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ആധുനിക വിജ്ഞാന മേഖലകളിലേക്ക് കേരളത്തിനെ കൈപിടിച്ചുയർത്തിയതിന്റെ പ്രധാന പങ്ക് ബെഞ്ചമിൻ ബെയ്ലിക്കാണ്. അടിമകളുടെ മോചനത്തിന് വേണ്ടി അദ്ദേഹം വളരെയേറെ പ്രവർത്തിച്ചു. പണം കൊടുത്തും വസ്തു വാങ്ങിക്കൊടുത്തും സ്ത്രീധനം നൽകിയും അനേകം പാവങ്ങളെ അദ്ദേഹം സഹായിച്ചു. ഇന്ത്യയിൽ ആദ്യമായി അടിമകളെ വിമോചിപ്പിക്കാൻ മുൻകൈയെടുത്തത് ബെഞ്ചമിൻ ബെയ്ലിയാണെന്ന് ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ല. പല ചരിത്രവും തമസ്കരിക്കപ്പെട്ടു പോകുമെന്ന് നമുക്കറിയാം. ഒന്നാണ് ഇത്. വീണ്ടും ബെയ്ലിയെ കേരള സാമൂഹിക പരിഷ്കരണത്തിന്റെ മാർഗദർശി എന്ന് വിളിക്കാവുന്നതാണെന്ന് അഭിപ്രായപ്പെടുന്ന ചരിത്രകാരന്മാരുണ്ട്. അത്ര പ്രഭാവപൂർണമായ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അടുത്തത് മുദ്രണാലയം അദ്ദേഹം നടത്തി. ഈ പ്രിന്റിംഗ് പ്രസ്, സുറിയാനി മെത്രാപ്പോലീത്ത, വൈദികന്മാർ എന്നിവരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി. സുറിയാനി പള്ളികളിൽ മലയാളത്തിൽ പ്രസംഗിച്ചു. അങ്ങനെ അതിനുശേഷം അദ്ദേഹം ബൈബിളിന്റെ വിവർത്തനത്തിൽ മുഴുകി. അത് ആരംഭിക്കുന്നതിന് മുമ്പ് സുറിയാനി സഭയുടെ പ്രാർത്ഥന ആരാധനാക്രമം എന്നിവ അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. വീണ്ടും അദ്ദേഹം ബൈബിളിന്റെ പരിഭാഷ ഉണ്ടാക്കി. അതെല്ലാം താളിയോലയിലാണ് അദ്ദേഹം എഴുതിയത്. താളിയോലയിൽ എഴുതിയപ്പം പിന്നീട് അത് വീണ്ടും ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ, അത് രണ്ടാമതൊന്ന് എഴുതാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് 1821 അദ്ദേഹം ഈ അച്ചടി ആരംഭിക്കാനുള്ള നടപടികൾ എടുക്കുന്നത്. 1821 അദ്ദേഹം ആരംഭിച്ചു. 1822 മദ്യനിരോധിനി എന്ന ലഘുലേഖ അദ്ദേഹം അച്ചടിച്ചു. പിന്നീട് മത്തായിയുടെ സുവിശേഷം അച്ചടിച്ചു. 1824 ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ എന്ന് പറഞ്ഞിട്ട് ചില കഥകള് അദ്ദേഹം ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തു. രാജാ റാമോഹൻ റോയിയുടെ ഉപനിഷത്ത് വ്യാഖ്യാനം മലയാളത്തിൽ അച്ചടിച്ചു. അങ്ങനെ വളരെയേറെ മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും മുന്നോട്ട് പോകാൻ ബെഞ്ചമിൻ ബെയ്ലി ഒരുപാട് സഹായിച്ചു. 1829 പുതിയ നിയമ ഭാഗങ്ങൾ അച്ചടിച്ചു. തുടർന്ന് സമ്പൂർണ്ണ ബൈബിൾ അദ്ദേഹം അച്ചടിച്ചു. മലയാളം അച്ചുകളുടെ നിർമ്മാണം അദ്ദേഹത്തിന്റെ ഭാവനയിലുള്ളതാണ്. ഇന്ന് നാം ഉപയോഗിക്കുന്ന, നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഉരുണ്ട മലയാള ലിപിക്ക് രൂപം നൽകിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. 500 അച്ചുകൾ അദ്ദേഹം സ്വന്തമായി ഒരു തട്ടാന്റെ സഹായത്തോടെ വാർത്തെടുത്ത് ഏകദേശം ഇന്നത്തെ ഇതിനോട് സാമ്യമുള്ള ഒരു ഭാഷയിലും ഒരു രൂപത്തിലുമാണ് അദ്ദേഹം ആദ്യത്തെ ഈ പുസ്തകങ്ങൾ അച്ചടിക്കുന്നത്. ഇതാണ് ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ എന്നതിന്റെ അച്ചും അതിന്റെ ആദ്യത്തെ പേജും. ബൈബിളിന്റെ പ്രവർത്തനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി ബെഞ്ചമിൻ ബെയ്ലിയെ കുറിച്ച് ഇത്തിരി വിവരിച്ച് പറയാതിരിക്കാൻ വയ്യ. എഴുത്തച്ഛൻ, പൂന്താനം, കുഞ്ചൻ നമ്പ്യാർ എന്നിവരുടെ സാഹിത്യമെല്ലാം കാവ്യഭാഷയാണ്. നമുക്കറിയാം മലയാള ഭാഷയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഉടനെ നാം ഉത്തരം പറയും തുഞ്ചത്തെഴുത്തച്ഛൻ. പക്ഷെ അപ്പോ ഒരു ചെറിയ പ്രശ്നം ചോദിക്കട്ടെ. മലയാള ഭാഷ എന്ന് പറഞ്ഞാൽ പദ്യഭാഷയാണോ? അത് ഗദ്യഭാഷയും കൂടിയുള്ളതല്ലേ? അഥവാ എത്ര പേരുണ്ട് പദ്യത്തിൽ സംസാരിക്കുകയും പദ്യത്തിൽ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നവൻ? അപ്പൊ ആരാ ഈ ഗദ്യശൈലി ഉണ്ടാക്കിയത്? തനതായ ഗദ്യശൈലി ഉണ്ടാക്കി. അത് എങ്ങനെ ഉണ്ടാക്കി? എഴുത്തച്ഛൻ, പൂന്താനം, കുഞ്ചൻ നമ്പ്യാർ എന്നിവരുടെ സാഹിത്യങ്ങളിലെ കാവ്യഭാഷാ ശൈലി സ്വാംശീകരിച്ച് തനതായ ഗദ്യശൈലി ഉണ്ടാക്കി വിവർത്തനം ആരംഭിച്ചയാൾ ബെഞ്ചമിൻ ബെയ്ലി. ആ തന്റെ വിവർത്തനം സുവിശേഷത്തിലാണ് അദ്ദേഹം പ്രയോഗിച്ചത്. സുവിശേഷത്തിന് ഇന്ന് കാണുന്ന രീതിയിലാണ് എന്ന് നാം ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അറിയുക, അതൊരു മനുഷ്യന്റെ പഠന മനനങ്ങളുടെ, ബെഞ്ചമിൻ ബെയ്ലിയുടെ പഠനത്തിന്റെയും മനനത്തിന്റെയും വിവിധങ്ങളായ കാവ്യഭാഷാ ശൈലിയുടെയും സ്വാംശീകരണത്തിൽ നിന്ന് ഫലമായിട്ടുണ്ടായതാണ്. അപ്പൊ മലയാള ഗദ്യത്തിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തുത്തരം പറയാം എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. മലയാള പദ്യത്തിന്റെയോ മലയാള ഭാഷയുടേതോ ആരുമായിക്കൊള്ളു, പക്ഷേ മലയാള ഗദ്യത്തിന്റെ പിതാവ്
ബെഞ്ചമിൻ ബെയ്ലിയാണ് എന്ന് നാം പറയേണ്ടി വരും. അതും ഒരു മിഷണറി ആയിരിക്കുന്ന ബെഞ്ചമിൻ ബെയ്ലിയാണ്. വീണ്ടും അദ്ദേഹം മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു അച്ചടിച്ചു. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു, അതായത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക്, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് നിഘണ്ടു ഉണ്ടായി. ജ്ഞാന നിക്ഷേപം എന്ന ആദ്യത്തെ മലയാളത്തിലെ അച്ചടി മാസിക അദ്ദേഹം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ ഡിക്ഷണറിയുടെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വീണ്ടും അടുത്തത് ഗുണ്ടർട്ട് എന്ന മഹാനുഭാവനായ മിഷണറിയെ സംബന്ധിച്ച ഹെർമൻ ഗുണ്ടർട്ട്. അദ്ദേഹം ഒരു ജർമ്മൻകാരനായിരുന്നു. ഒരു സാധാരണ പാതിരിയായി പ്രവർത്തിച്ചെങ്കിലും അദ്ദേഹം ഭാഷാ പാണ്ഡിത്യത്തിന്റെ പേരിലാണ് ചരിത്രത്തിൽ അവിസ്മരണീയനായത്. 1868 മലയാളം വ്യാകരണം, 1872 ഗുണ്ടർട്ട് നിഘണ്ടു എന്ന മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി എഴുതി. വേദപുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. സംസ്കൃതേതരമായ ആദ്യത്തെ ആധികാരിക പഠനമായി അദ്ദേഹം ഭാഷാ വ്യാകരണത്തിൽ, മലയാള ഭാഷയുടെ പഠനത്തിൽ, മലയാള വ്യാകരണത്തിന്റെ പഠനത്തിൽ അദ്ദേഹം വളരെ മുന്നോട്ട് പോയി. സ്വന്തമായി 2 പ്രസിദ്ധീകരണങ്ങൾ നടത്തി. രാജ്യസമാചാരം ആദ്യത്തെ പേപ്പർ, ന്യൂസ് പേപ്പർ ആയിരുന്നു. വീണ്ടും രണ്ടാമത്തെ പ്രസിദ്ധീകരണമായ പശ്ചിമോദയം എന്നത് മലയാളത്തിന്റെ വിജ്ഞാന സംബന്ധിയായ ലേഖനങ്ങളുടെ ആദ്യത്തെ പ്രസിദ്ധീകരണ ഉപകരണമായിരുന്നു. ഒന്നുകൂടി പറയട്ടെ, നോബൽ സമ്മാന ജേതാവായിരിക്കുന്ന നോവൽ എഴുത്തുകാരൻ ഹെർമൻ ഹെസ്സെ ഗുണ്ടർട്ടിന്റെ പേരക്കുട്ടിയാണ്. 1893 ഏപ്രിൽ 25 അദ്ദേഹം അന്തരിച്ചു. ഹെർമൻ ഗുണ്ടർട്ടിന്റെ മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറിയിലെ ഓ എന്ന ഭാഗം 186ാമത്തെ പേജാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വീണ്ടും അദ്ദേഹം എഴുതിയ മലയാള വ്യാകരണ പുസ്തകത്തിന്റെ 39, 41 പേജുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ 3 പുസ്തകങ്ങളാണ്. ഒന്നാമത്തേത് മലയാള വ്യാകരണ ചോദ്യോത്തരം, രണ്ടാമത്തേത് 1000 പഴഞ്ചൊൽ എന്ന് പറഞ്ഞിട്ട് 1000 പഴഞ്ചൊല്ലുകളും അതിന്റെ അർത്ഥവുമാണ്. മൂന്നാമത്തേത് കേരളോൽപ്പത്തി എന്ന പുസ്തകമാണ്. പരശുരാമൻ എങ്ങനെയാണ് കേരളം ഉണ്ടാക്കിയത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഈ രാജ്യത്ത് നിലവിലിരുന്ന അതിന്റെ സമീപനങ്ങളും സംസ്കാരപരമായ കഥകളുമെല്ലാം യോജിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത്. വീണ്ടും കേരള സാക്ഷരതയുടെ പിതാവായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചാവറയച്ചനെ, വിശുദ്ധ ചാവറയച്ചനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാം. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വിശുദ്ധ ചാവറയച്ചൻ സാക്ഷരതയിൽ മാത്രമല്ല, നവോത്ഥാന പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ പ്രമുഖരിൽ ഒരാളാണ്. ക്രിസ്തീയ പുരോഹിതൻ, വിശുദ്ധൻ എന്നുള്ള നിലയിലൊന്നും മാത്രമല്ല, സമുദായ പരിഷ്കർത്താവ്, വിദ്യാഭ്യാസ പ്രവർത്തകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ എന്നീ നിലയിലും അദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുണ്ട്. പോരാ, പുരോഹിത വൃത്തിയോടൊപ്പം സാമൂഹിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്ത് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു. ജാതി മത ഭേദ ചിന്തകൾക്കെതിരെ പ്രവർത്തിച്ചു. പാവപ്പെട്ട ദളിത് വിദ്യാർത്ഥികൾക്ക് സൗജന്യ ഭക്ഷണം നൽകി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അസമത്വം നിലനിന്നിരുന്ന അക്കാലത്ത് ഇത്തരം സേവനങ്ങൾ അപൂർവമായിരുന്നു. കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ നായകൻ ആരാണ് എന്നതിന് വളരെ കൃത്യമായ ഉത്തരം നൽകാൻ ഒരുപാട് പേര് ദത്തശ്രദ്ധരാണ്. തീർച്ചയായും നാരായണ ഗുരുവാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു പഠിച്ചിരിക്കുന്നത്. പക്ഷേ കുറച്ചൊന്ന് മാറ്റി ചിന്തിച്ചാൽ, വേണ്ട അദ്ദേഹം അല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനല്ല, പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയണം. കേരളത്തിന്റെ നവോത്ഥാനത്തിന് അക്ഷരക്കൂട്ടുകൾ സഹായകരമായിട്ടുണ്ടെങ്കിൽ ദളിതന്റെ വിദ്യാഭ്യാസത്തിനും നവോത്ഥാനത്തിനും കുടിപ്പള്ളിക്കൂടങ്ങൾ കാരണമായിട്ടുണ്ടെങ്കിൽ, അടിച്ചമർത്തപ്പെട്ടവന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വിദ്യാഭ്യാസം യഥാർത്ഥ കാരണമാണെങ്കിൽ, അത് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ ആരംഭിച്ച നവനവങ്ങളായ പ്രസ്ഥാനങ്ങളിലൂടെ സാധിതമായത്. അത് കേരളത്തിൽ പുതിയ അക്ഷര വെളിച്ചം ഉണ്ടായത്, കേരളത്തിൽ പുതിയ വിദ്യാഭ്യാസ ചിന്തയും സാംസ്കാരിക ഉന്നമനവും സാധ്യമായത് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ന് നാം സമ്മതിക്കുന്നുവെങ്കിൽ, അദ്ദേഹത്തിന്, വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന് 51 വയസ്സായപ്പോൾ മാത്രമാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. അക്കാരണത്താൽ ശ്രീനാരായണ ഗുരു
ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ തുടർച്ചയാണ് എന്ന് പറയുന്നതിൽ സന്ദേഹിക്കാനുണ്ട്. തീർച്ചയായും വളരെ മഹാനായ ഒരു വ്യക്തിയാണ് ശ്രീനാരായണ. അതുപോലെ തന്നെ മഹാനായിരിക്കുന്ന കുര്യാക്കോസ് ചാവറ പിതാവിന്റെ പ്രവർത്തനങ്ങളെ നാം ഒരിക്കലും തമസ്കരിക്കരുത് എന്ന് മാത്രം. മുൻപേ നടന്നത് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനാണ് എന്നത് നാം മറക്കരുത് എന്ന് മാത്രം. ഒരു പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന് പറഞ്ഞത് ആരാണ് എന്നതിനെ കുറിച്ച് ഒരുപാട് തർക്കങ്ങളും വിതർക്കങ്ങളും കുതർക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പള്ളിയാണ് അങ്ങനെ പറഞ്ഞത്, എന്റെ പള്ളിയാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് പലരും ഇപ്പോ പള്ളിക്കൂടത്തിനൊരു അഭിമാനമുള്ള സ്ഥിതിക്ക്, പണ്ട് പള്ളിക്കൂടം എന്ന് പറയുന്നത് നിഷിദ്ധമായി കൽപ്പിച്ചിരുന്ന പലരും പള്ളിക്കൂടം ഒരു അഭിമാനവും ഒരു വ്യവസായവുമായി വന്നപ്പോൾ പള്ളിയോടൊത്ത് പള്ളിക്കൂടം എന്നത് എന്റെ കണ്ടുപിടുത്തമാണ് എന്ന് പലരും പറയുന്നു. ആരുമായിക്കൊള്ളട്ടെ, എല്ലാ ഇടവകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിനും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാകുന്നതിനും വേണ്ടി കുര്യാക്കോസ് പിതാവ് അക്ഷീണം പരിശ്രമിച്ചു. 1864 കേരളത്തിലെ സുറിയാനി കത്തോലിക്കരുടെ വികാരി ജനറൽ ആയിരിക്കവേ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഒരു പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന പേരിൽ എല്ലാ പള്ളികൾക്കൊപ്പവും വിദ്യാലയങ്ങൾ നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പന പുറപ്പെടുവിപ്പിച്ചു. പള്ളിയോടൊന്നിച്ച് എന്നുള്ളത് കൊണ്ടാണ് അത് പള്ളിക്കൂടം എന്ന വാക്കിന് തന്നെ ഉത്ഭവം ഉണ്ടായത്. അടുത്തത്, അദ്ദേഹം ഇന്നും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ നസറാണി ദീപിക, ഇപ്പോൾ വെറും ദീപിക എന്ന് മാത്രമാണ് അറിയപ്പെടുന്നത്, ദീപിക എന്ന പത്രം അദ്ദേഹം സ്ഥാപിച്ചു. അതാണ് ഏറ്റവും ആദ്യത്തെ പത്രം. വീണ്ടും പിടിയേരി സമ്പ്രദായം, ഈ ഒരു തലമുറയ്ക്ക് അപ്പുറത്തുള്ള തലമുറകൾ ഈ പിടിയേരി സമ്പ്രദായം ഭംഗിയായിട്ട് നിറവേറ്റിയിരുന്നു. ഇപ്പോൾ ആഹാരത്തിനുള്ള ധാന്യത്തിന്റെ അഭാവം വളരെയേറെ ഇല്ലാത്തത് കൊണ്ട് പിടിയേരി സമ്പ്രദായവും അന്യം നിന്നു. അതിതാണ് പിടിയേരി സമ്പ്രദായം എന്നത്. നമുക്ക് ആവശ്യമുള്ള അരി എടുത്ത് നമ്മൾ അടുപ്പത്തേക്ക് ഇടുന്ന സമയത്ത് അതിൽ നിന്ന് മാത്രം, വേറൊരു ഭാഗമല്ല, ആ ഇടാൻ ഉദ്ദേശിച്ച അരിയിൽ നിന്ന് ഒരു പിടി മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കുക, അത് ആശ്രമത്തിൽ എത്തിച്ച് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകുക. നമ്മുടെ ഇടവകളിലൊക്കെ നടന്നുകൊണ്ടിരുന്ന ഒന്നാണ് പിടിയേരി സമ്പ്രദായം. അന്ന് തീർച്ചയായും പട്ടിണി കൂടുതൽ ഉണ്ടായിരുന്നു. പിടിയേരിക്ക് അതിൻ്റെതായ ഒരു ദൗത്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഏറെക്കുറെ അന്യം നിന്നു. സെന്റ് ജോസഫ് പ്രസ് എന്നൊരു പ്രസ് സ്ഥാപിച്ചു. അതിലൂടെ നസ്രാണി ദീപിക മാത്രമല്ല, മറ്റ് പല പ്രസിദ്ധീകരണങ്ങളും അദ്ദേഹം മലയാള ഭാഷയ്ക്കും നമ്മുടെ സംസ്കാരത്തിനുമായി പ്രദാനം ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ മരണവീട്ടിൽ പാടുവാനുള്ള പാന, അനസ്താസിയയുടെ രക്തസാക്ഷിത്വം, സാഹിത്യകൃതികളിലെ പ്രഥമ, കേരള സാഹിത്യത്തിലെ ഒരു ആദ്യ കൃതി, കുറെ പ്രത്യേകതകളുള്ള ഒരു കൃതി എന്ന നിലയ്ക്കാണ് അനസ്താസിയയുടെ രക്തസാക്ഷിത്വം എന്നത് വരുന്നത്. വീണ്ടും ധ്യാന സല്ലാപങ്ങൾ, ഈ 1, 2 ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ PDF നിങ്ങൾക്ക് തരുന്നുണ്ട്, അതെല്ലാം വായിക്കണം. എല്ലാത്തിലും ഉപരിയായിട്ട് നമ്മൾ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു നല്ല അപ്പന്റെ ചാവരുൾ എന്ന ഒരു ചെറു ഗ്രന്ഥമാണ്. ഇന്നും എന്നും എക്കാലവും കുടുംബങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം വളരെയേറെ സാർത്ഥകമായിരിക്കുന്ന ഒന്നാണ് അത്. കൈനകരി എന്ന തന്റെ മാതൃ ഇടവകയിലെ കുടുംബങ്ങൾക്കായി അദ്ദേഹം എഴുതിയ ഈ ഗ്രന്ഥം എല്ലാ കുടുംബങ്ങൾക്കും സാർത്ഥകമായ ഒരു കർമ്മ പരിപാടി പ്രദാനം ചെയ്യുന്നു. വീണ്ടും അദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരുപാട് മഹാരഥന്മാര് ഈ കേരളം എക്കാലത്തും ഉയർന്ന ആളുകളായി കരുതുന്ന ഒരുപാട് പേര് ആരാണ് ചാവറയച്ചൻ എന്നതിനെ കുറിച്ചിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് VS അച്യുതാനന്ദൻ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി, ഇപ്രകാരം പറയുന്നു: സാമൂഹിക പുരോഗതിയുടെ മുൻ ഉപാധിയാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ എന്ന തിരിച്ചറിവിൽ നിന്ന് അദ്ദേഹം വിദ്യാലയം സ്ഥാപിച്ചു. വീണ്ടും ജാതി മത പരിഗണനകൾ കൊടികുത്തി വാണിരുന്ന ഒരു കാലത്ത് അതൊന്നും നോക്കാതെ ചാവറയച്ചൻ എല്ലാ വിഭാഗത്തിലും പെട്ട കുട്ടികളെ അക്ഷരങ്ങളുടെയും അറിവിന്റെയും ലോകത്തേക്ക് പിടിച്ചുയർത്തി. ദളിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മാത്രമായി ആർപ്പൂക്കരയ്ക്കടുത്ത് സ്കൂൾ തുടങ്ങാൻ ചാവറയച്ചൻ പരിശ്രമിച്ചു. നമ്മളൊന്നറിയണം, ഇത് പറയുന്നത് ഒരു മെത്രാനോ അല്ലെങ്കിൽ ഒരു പള്ളിപ്രസംഗകനോ ഒന്നുമല്ല. ഇത് പറയുന്നത്
ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ. വീണ്ടും അദ്ദേഹം പറയുന്നു, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയിൽ ചാവറയച്ചന് വലിയ കരുതലുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ ദശകങ്ങളിൽ തന്നെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ആവശ്യകത ഒരു പ്രവാചകന്റെ കാഴ്ചപ്പാടോടെ എന്ന വണ്ണം കാണാനും അതിന് സഹായകരമായ ഇടപെടലുകൾ നടത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു. വിദ്യാഭ്യാസവും സംസ്കാരവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് നമ്മൾ ഇവിടെ കൃത്യമായി ബോധ്യപ്പെടുന്നു. ഇന്ന് കേരളത്തിൽ, ഭാരതത്തിൽ ഒരു സംസ്കാരമുണ്ട് എന്ന് നാം അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ ഇപ്രകാരമുള്ള വിദ്യാഭ്യാസ വിചക്ഷണന്മാരും കർമ്മകുശലതയാർന്ന മിഷണറിമാരും നിരന്തരം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യം വരേണ്ടിയിരിക്കുന്നു. വീണ്ടും മാർ ജോസഫ് കല്ലറങ്ങാട് പറയുന്നു, സംസ്കൃത വിദ്യാഭ്യാസം സ്ഥാപിക്കുക വഴി അദ്ദേഹം ഒരു കിഴക്കൻ, ഒരു ഓറിയന്റലിസ്റ്റ് ആണെന്ന് അദ്ദേഹം തെളിയിച്ചു. ദളിതർക്ക് ഈ വിദ്യാലയത്തിൽ പ്രവേശനം നൽകിയിരുന്നു. ബോധന മാധ്യമമായി സംസ്കൃതം തെരഞ്ഞെടുത്ത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വിപ്ലവകരമായിരുന്നു. സംസ്കൃതം എന്ന ഉയർന്ന ജാതിക്കാര് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നത് ക്രൈസ്തവർക്ക് തീർച്ചയായിട്ടും അതിന് ആക്സസ് വന്നു. മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി ദളിതർക്ക് സംസ്കൃതം പഠിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. വീണ്ടും ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹം ഇപ്രകാരമാണ് സംസാരിക്കുന്നത്, യൂറോപ്യൻ മിഷണറിമാരെക്കാളിൽ കൂടുതൽ ലാഘവത്തോടും ഭാഷാശുദ്ധിയോടും കൂടെ സാഹിത്യം കൈകാര്യം ചെയ്തവരാണ് സ്വദേശികളായ വൈദിക വര്യന്മാർ. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയും മറ്റുമാണ് ഞാനിവിടെ വീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രൊഫസർ മുണ്ടശ്ശേരി ക്രിസ്ത്യൻ വൈദിക ഭാഷകളിൽ എന്നതുപോലെ ഇവരൊക്കെ സംസ്കൃതത്തിലും നിപുണരായിരുന്നു എന്ന് സ്ഥാപിക്കുന്നു. ചരിത്രകാരനായ ശ്രീധര മേനോൻ ദളിത കുട്ടികളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ദളിത കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചത് എപ്രകാരമാണ് എന്ന് അദ്ദേഹം പറയുന്നു. വീണ്ടും ഉച്ചക്കഞ്ഞി കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട് വസ്ത്രം, പാഠപുസ്തകം, ഉച്ചക്കഞ്ഞി എന്നിവ കൊടുക്കുന്ന പതിവ് ചാവറയച്ചൻ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, CP രാമസ്വാമി അയ്യര് അന്നത്തെ മഹാരാജാവിന്, തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിച്ച കുറിപ്പിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഇപ്രകാരമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇന്നത്തെ ആ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി അന്ന് നടപ്പിൽ വരുത്തിയ യുഗങ്ങൾക്കപ്പുറത്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിവുള്ളവനായിരുന്നു ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ എന്ന് നാം മനസ്സിലാക്കുന്നു. സുകുമാർ അഴീക്കോട് പറയുന്നു, ഖണ്ഡകാവ്യത്തിലെ പ്രഥമ ഖണ്ഡകാവ്യം, മലയാള ഭാഷയിലെ പ്രഥമ ഖണ്ഡകാവ്യമായിട്ട് അനസ്താസിയയുടെ രക്തസാക്ഷിത്വത്തെ കരുതാം എന്ന് സുകുമാർ അഴീക്കോട് പറയുന്നു. അപ്പൊ നമ്മൾ ഇവിടെ എന്താ മനസ്സിലാക്കുന്നത്, മലയാള ഭാഷയിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം എഴുതിക്കൊണ്ട് മലയാള ഭാഷയെ സമ്പന്നമാക്കിയതും ഈ വിശുദ്ധൻ തന്നെയാണ്. ചാവറയച്ചൻ ഒരു യുഗസൃഷ്ടാവായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയാണ് പ്രൊഫസർ അഴീക്കോട്. വീണ്ടും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ആദ്യ കാൽവെപ്പ് നടത്തിയത് ക്രൈസ്തവരല്ലാതെ മറ്റാരുമായിരുന്നില്ല. കോട്ടയം CMS കോളേജ് 1901, മലബാർ ക്രിസ്ത്യൻ കോളേജ് 1909, ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് 1921, ചങ്ങനാശ്ശേരി സെന്റ് ബെർക്ക്മാൻസ് കോളേജ് 1926, തൃശൂർ സെന്റ് തോമസ് കോളേജ് എന്നിവ ആദ്യകാല വിദ്യാലയങ്ങളായി. കേരളത്തില് സാംസ്കാരികമായ ഒരു ഉന്നമനം വിദ്യാഭ്യാസത്തിലൂടെ സംജാതമായിട്ടുണ്ടെങ്കിൽ അവർ കടപ്പെട്ടിരിക്കുന്നത് ഈ കോളേജുകളോടും ഈ ഉന്നത വിദ്യാഭ്യാസത്തോടും ഈ വിവിധങ്ങളായ വിദ്യാഭ്യാസ പദ്ധതികളോടുമാണ്. അവയുടെ എല്ലാം പുറകിൽ പ്രവർത്തിച്ച ചാലകശക്തികളായിരിക്കുന്ന ക്രിസ്ത്യൻ മിഷണറിമാരെയും പുരോഹിതന്മാരെയും ക്രിസ്തീയ മതത്തെയുമാണ് അവർ കണക്കാക്കേണ്ടുന്നത്, അവർ കണക്കിലെടുക്കേണ്ടത് എന്നത് സംശയമില്ല. ഇന്ന് നമ്മൾ ഒരു വളരെ വലിയ ഒരു വലിയ പ്രസ്ഥാനമായി നമ്മൾ മാറിയിരിക്കും. മതപ്രസ്ഥാനമല്ല, യഥാർത്ഥത്തിൽ അതൊരു വിദ്യാഭ്യാസത്തിൻ്റെതായ കൈത്തിരികൾ അനേകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മതമായി മാറിയിരിക്കുകയാണ് ക്രൈസ്തവ മതം. കത്തോലിക്കന് മാത്രമായിട്ട് എത്രയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ട് ഇവിടുത്തെ സംസ്കാരത്തെയും ഇവിടുത്തെ സമൂഹത്തിന്റെ ഉന്നമനത്തെയും ലക്ഷ്യമാക്കിക്കൊണ്ട് കത്തോലിക്കൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയായി CBCIയുടെ ഈ സ്ഥിതിവിവര കണക്ക് മാത്രം മതി.
170 കോളേജുകളും 10 യൂണിവേഴ്സിറ്റികളും 11,442 സ്കൂളുകൾ, അക്കാഡമിക് സ്കൂളുകളും 824 ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളും, ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ 207 എണ്ണവും, വൊക്കേഷണൽ എഡ്യൂക്കേഷനിൽ 212 എണ്ണവും, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ 625 എണ്ണവും, മറ്റ് സ്ഥാപനങ്ങളായി 13,310 എണ്ണവും നടത്തിക്കൊണ്ട് സഭ ഇന്ന് സാംസ്കാരികവും സാമൂഹികവുമായ ഉന്നമനത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, ഇത്രയേറെ അഭിമാനകരമായ ഒരു സഭയിൽ അംഗമായത്, ഏറെ ഈ ഭാരതത്തിന്റെ സംസ്കാരത്തിന് വേണ്ടിയും അതിൻ്റെ സാമൂഹികമായ നന്മയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമായി സഭയെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിന് ഏറെ നന്ദിയോടുകൂടി കർത്താവിന്റെ തിരുമുമ്പാകെ നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ നന്നായി ഇവയോരോന്നും പ്രവർത്തിക്കപ്പെടാനും ഇവയിലൂടെ നമ്മുടെ സമൂഹം കൂടുതൽ നന്നാവാനുമുള്ള, കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറാനുമുള്ള ഒരനുഗ്രഹം നമുക്ക് കിട്ടാൻ വേണ്ടി ബോധജ്ഞാനത്തിന്റെ സിംഹാസനമായ മറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.